This call is now being recorded. ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ്. MCN 202 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. നമ്മൾ സെക്കൻഡ് ക്ലാസ് ആണ്. 2 പീരീഡ് ഉണ്ട്, കണ്ടിന്യൂസ് ആണ്. നോക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ ഡെഫിനേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഫീച്ചേഴ്സ്, പ്രിയാമ്പിൾ, ടെറിട്ടറി, സിറ്റിസൺഷിപ്പ്. ഇതിൻ്റെ മെറ്റീരിയൽസ് ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചു നോക്കുക. ഓക്കെ, ഇൻഡെപ്ത് ആയിട്ട് സൗണ്ട് ഇല്ല, സൗണ്ട് ഇല്ലേ? തീരില്ല, കുറവാണ്. ഹലോ, ഇപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ അതിൻ്റെ ഓക്കെ. ഓക്കെ അപ്പോൾ അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മളതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ ഡെഫിനിഷൻ നോക്കി, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കി. അടുത്തായി നമ്മൾ നോക്കുന്ന അതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സാണ്. സോ അതിൽ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താൽ, ഇറ്റ് ഈസ് റിട്ടേൺ ആൻഡ് ഇറ്റ് ഈസ് ദ ലെങ്തിയസ്റ്റ് വൺ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ എന്താ, നമുക്കൊരു പ്രിയാമ്പിൾ ഉണ്ടല്ലോ, അതിന് ഒരു പ്രിയാമ്പിൾ ഉണ്ട് നമുക്ക്. അപ്പോൾ പ്രിയാമ്പിളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് നമ്മൾ എടുക്കുന്നത് പ്രിയാമ്പിളിനെ കുറിച്ചിട്ടാണ്. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കി. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് തുടങ്ങിയതാണ് ഇതൊക്കെ. ദെൻ റിപ്പബ്ലിക്, ഇന്ത്യ ഈസ് എ റിപ്പബ്ലിക്. As a republic, people have a right to form their own government and to elect the head of the government. അപ്പോൾ നമുക്കറിയാം, ഇവിടെ എല്ലാം ത്രൂ എലക്ഷൻ ആണ്, ബൈ ദ പീപ്പിൾ ആണല്ലേ ദ ഫോർമേഷൻ ഓഫ് ദ ഗവൺമെൻറ്. സോ ഇറ്റ് ഈസ് എ റിപ്പബ്ലിക്, ദറ്റ് ഈസ് ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ. ഇറ്റ് അപ്ഹോൾഡ്സ് എ ഫോം ഓഫ് ഗവൺമെൻറ് വിച്ച് ഈസ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. People have the right to elect their own rulers. Then it's drawn from various sources. Then it gives the citizens the fundamental rights and duties. നമുക്കറിയാം, ഡീറ്റെയിൽ ആയിട്ട് വരുന്നതായിരിക്കും ഇതൊക്കെ പിന്നീട്. സെക്യുലറിസം ആണല്ലേ. അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദ റിലീജിയൻ, കാസ്റ്റ് ഓർ ക്രീഡ്, നമുക്ക് എല്ലാവർക്കും ഒരു സെക്യുലർ ഒരു സിറ്റിസൺഷിപ്പാണ് നമുക്ക് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിച്ചിരുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി, നമുക്കറിയാം പരമോന്നത കോടതി അല്ല, സുപ്രീം കോർട്ട് നമുക്കുണ്ടല്ലേ. അതായത് പീപ്പിൾ, അതായത് ഇറ്റ് വർക്ക്സ് ലൈക്ക് എ ഗാർഡിയൻ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഈ കോടതിയെ നമുക്ക് സമീപിക്കാൻ പറ്റും അല്ലേ. ഇപ്പം എന്ത് ഗവൺമെൻറ് ആയാലും നമുക്ക് അടുത്തൊരു ഓപ്ഷനാണ് നമുക്ക് ജുഡീഷ്യറി എന്നുള്ളത്. സോ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്, the system of election of representatives by all the adults of a country is called universal adult franchise. 18+ ഏജ്ഡ് ആയ എല്ലാവർക്കും ഇവിടെ വോട്ടവകാശം ഉണ്ടല്ലേ, അല്ലേ. അപ്പോൾ അതാണ് നമുക്ക് അനുവദിച്ചിരുന്ന വേറൊരു സ്വാതന്ത്ര്യം. ഈക്വൽ റൈറ്റ്സ് ടു വുമൺ, അത് വേറൊരു പോയിന്റാണ്. എഡ്യൂക്കേഷൻ ആൻഡ് അൺടച്ചബിലിറ്റി, അല്ലേ. സോറി, ഇറാഡിക്കേഷൻ ഓഫ് അൺടച്ചബിലിറ്റി, ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. വെൽഫെയർ സ്റ്റേറ്റ് which aims at providing social and economic security to all its citizens is known as a welfare state. Social security must be provided to the citizens so that they would live a peaceful life. അപ്പോൾ ഇതൊക്കെ വേരിയസ് സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഫെഡറൽ ആണ്. ഫെഡറൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ക്വാസി ഫെഡറൽ ടൈപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമുക്കുള്ളത്. അല്ലാണ്ട് ഒരു USA പോലെ ഒരു കംപ്ലീറ്റ് ഫെഡറൽ അല്ല. അതെന്താണെന്നുള്ളത് പുറകെ വരും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മളെ ഒരു മോട്ടോ എന്താണ് മെയിനായിട്ട് പറയുന്നത്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണല്ലേ. അപ്പോൾ ആ ഒരു യൂണിറ്ററി സ്പിരിറ്റ് നമുക്കുണ്ട്. ഓക്കെ, പിന്നെയുള്ളത് മെയിനായിട്ട് ഒരു പോയിന്റ് ആണ്, ഇറ്റ് ഈസ് നെയ്തർ ടു റിജിഡ് നോർ ഫ്ലെക്സിബിൾ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ബോത്ത് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ നമുക്ക് പറയാം. ഓക്കെ, ബിക്കോസ് വി ക്യാൻ യൂസ് മെനി അമെൻമെൻറ്റ്സ് അല്ലെ. അമെൻമെൻറ്റ്സ് ചെയ്ത് നമുക്ക് ഇതിലുള്ള മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതാണ്. ദെൻ ദ പ്രസിഡന്റ് ഓഫ് ദി യൂണിയൻ ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ്. ദെൻ നമുക്കറിയാം വേറെ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. സോ ഇങ്ങനെയെല്ലാം അടങ്ങുന്ന ഇതൊക്കെയാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ വാട്ട് ഈസ് പ്രിയാമ്പിൾ? എന്താണ് പ്രിയാമ്പിൾ എന്ന് വെച്ചാൽ? പ്രിയാമ്പിൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വേർഡ് മീനിങ് എന്ന് പറഞ്ഞാൽ ആമുഖം അല്ലേ. നമുക്കറിയാം, നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു ആമുഖം ഉണ്ടാവും, ശരിയല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു ആമുഖമാണ് ഈ പ്രിയാമ്പിൾ എന്ന് വെച്ചാൽ. സോ ഈ പ്രിയാമ്പിൾ ആരാണ് ഉണ്ടാക്കിയത്? പ്രിയാമ്പിൾ ഉണ്ടാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഓർമ്മ വേണം, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ
മെയിൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർക്കിടെക്ട് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന പോലെ പ്രിയാമ്പിൾ ഉണ്ടാക്കിയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ദെൻ the term preamble refers to the introduction or preface of the constitution. ഓക്കെ, അപ്പോൾ എന്താണ് പ്രിയാമ്പിൾ പറയുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. എന്താണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens എന്തൊക്കെയാണ്? Justice, social, economical and political justice, then liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact, and give to ourselves this Constitution. ഇതാണ് അതിൻ്റെ പ്രിയാമ്പിൾ പറയുന്നത്. പ്രിയാമ്പിൾ ഒരുപാട് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, ജസ്റ്റിസ്. എന്താണ് ഓരോന്നും എന്ന് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്രിയാമ്പിൾ വൺ ടൈം അമെൻഡ് ചെയ്തിട്ടുണ്ട് 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് 1976. അതിലാണ് ഈ പുതിയ 3 വേർഡ്സ് ലൈക്ക് സോഷ്യലിസ്റ്റ്, സെക്കുലർ ആൻഡ് ഇൻറ്റഗ്രിറ്റി ഹാവ് ബീൻ ആഡഡ്. ഈ വേർഡ്സ് ഒക്കെ അന്നേരമാണ് അതിൽ ആഡ് ചെയ്തത്. ഓക്കെ, ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് അതോറിറ്റി. നമുക്ക് നോക്കാം, ഫീച്ചേഴ്സ് ഓഫ് ദ പ്രിയാമ്പിൾ നോക്കാം. Source of authority of the Constitution. The preamble states that the Constitution derives its authority from the people of India. അതാണ് പ്രിയാമ്പിളിൽ ഉള്ള ഒരു കാര്യം. അതായത് പീപ്പിൾ ഓഫ് ഇന്ത്യയുടെ ആണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫോർ ദ പീപ്പിൾ ആണ് എവറിത്തിങ്. നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് ഡിക്ലെയർസ് ഇന്ത്യ ഈസ് എ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഓക്കെ, സെക്കുലർ ആയ, സോവറിൻ ആയ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ടാണ് ഇന്ത്യയെ അത് ഡിക്ലെയർ ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്പെസിഫൈ ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടർണിറ്റി ആസ് ദ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഇതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വെക്കുന്ന ഒബ്ജക്റ്റീവ്സ്. അഡോപ്റ്റ് ചെയ്തത് 26 November 1949 ആ ഡേറ്റിലാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രിയാമ്പിളിൽ സ്പെസിഫൈ ചെയ്യുന്നത്. അതാണ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് പ്രിയാമ്പിൾ. അപ്പോൾ നോക്കിയേ, ദ ഫസ്റ്റ് വേർഡ്സ് ഓഫ് ദ പ്രിയാമ്പിൾ. വി ദ പീപ്പിൾ സിഗ്നിഫൈസ് ദാറ്റ് പവർ ഈസ് അൾട്ടിമേറ്റ്ലി വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പീപ്പിൾ ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ്ലി പ്രിയാമ്പിൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. വി ദ പീപ്പിൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫോർ ദ പ്രിയാമ്പിൾ ഹാസ് ബീൻ അമെൻഡ് ഓൺലി വൺസ്. ഞാൻ നേരത്തെ പറഞ്ഞു 1976 by 42nd Amendment which inserted the word socialism, secularism and integrity. A brief description of these concepts are as follows. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ചില വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, സോവറിൻ, സെക്കുലർ, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അത് കൂടാണ്ട് കുറേ വേർഡ്സ് ഉണ്ട്. സോവറിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോവറിൻ എന്ന് പറഞ്ഞാൽ വേർഡ് മീനിങ് ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ പരമാധികാരം എന്നാണ് സോവറിൻ്റെ അർത്ഥം, അല്ലേ? So the word sovereign implies that India is neither dependent on any country nor a dominion of any other nation but an independent state. അപ്പോൾ ഇന്ത്യ ആസ് എ വോൾ, ആസ് എ കൺട്രി, ഒരു ഇൻഡിപെൻഡൻറ്റ് കൺട്രി അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് എന്ന രീതിയിലാണ് നമ്മൾ സോവറിൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഡിപ്പെൻഡൻറ്റ് എനി കൺട്രി ഓർ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഡൊമിനേറ്റ് എനി അതർ കൺട്രി. ഇറ്റ് ഹാസ് ആൻ ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ അതാണ് because so it means that it is free to follow internal and external policies. So അതാണ് ഇവിടെ ഈ സോവറിൻ അല്ലെങ്കിൽ ഈ പരമാധികാര രാജ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ്, അല്ലെങ്കിൽ സോവറിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ രീതിയിൽ പറയാം, ദർ ഇസ് നോ അതോറിറ്റി അബോവ് ഇറ്റ്. ഇന്ത്യ എന്നൊരു രാജ്യമാണ് അതിൻ്റെ പരമാധികാരി എന്നുള്ളത്. ദർ ഇസ് നോ അതോറിറ്റി അബോവ് ഇറ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഫ്രീ ടു കണ്ടക്ട് ഇറ്റ്സ് ഓൺ ഇന്റേണൽ അഫയേഴ്സ് ഓർ എക്സ്റ്റേണൽ അഫയേഴ്സ്. അപ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം ആ രാജ്യത്തിനുണ്ട്. ഓക്കെ, സെക്കൻഡ് ആയിട്ട് വരുന്ന ഒരു ഇതിൽ വരുന്ന സെക്കുലർ ഉണ്ട്. നമുക്ക് സോഷ്യലിസ്റ്റ് എന്താണ് സോഷ്യലിസ്റ്റ് എന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് നോ കോൺസെൻട്രേഷൻ ഓഫ് പവർ ആൻഡ് മണി. ദാറ്റ് ഈസ് ഇത് ഇന്ത്യൻ സോഷ്യലിസം ഇന്ത്യൻ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ സോഷ്യലിസം ആണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ സോഷ്യലിസം ഈസ് ദർ ആർ മെനി ടൈപ്സ് ഓഫ് സോഷ്യലിസംസ്. ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റിക് സോഷ്യലിസംസ് ഉണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ദിസ് ഈസ് എ ഡെമോക്രാറ്റിക് സോഷ്യലിസം. ഓക്കെ, ദ കമ്മ്യൂണിസ്റ്റിക് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് അതിൽ എന്താണ് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടീനെ കംപ്ലീറ്റ് ആയിട്ട് അബോളിഷ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് നാഷണലിസ്റ്റിക് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു കൺസെപ്റ്റാണ് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം വരുന്നത്.
അപ്പോൾ നമ്മൾ ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ് അവിടെ എന്ന് വെച്ചാൽ എന്താണ് ഒരു വി ആർ ഹാവിങ് എ മിക്സഡ് എക്കണോമി അല്ലേ. നമ്മൾ എക്കണോമി സിസ്റ്റം നോക്കിയാൽ നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സാമൂഹിക വ്യവസ്ഥ നോക്കിയാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ മിക്സഡ് എക്കണോമി എന്ന് വെച്ചാൽ ഹിയർ ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ കോഎക്സിസ്റ്റ്. ശരിയല്ലേ? പബ്ലിക് സെക്ടേഴ്സും ഉണ്ട്, പ്രൈവറ്റ് സെക്ടേഴ്സും ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളെ ഒരു എയിം എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു സാമൂഹിക ജീവി എന്ന രീതിയിൽ മൊത്തത്തിൽ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ഒരു എയിം എന്ന് പറയുന്നത് ഇറ്റ് എയിംസ് ടു എന്താണ് നമ്മളെ ഇത് പോവേർട്ടി, ടു എൻഡ് പോവേർട്ടി, അല്ലെങ്കിൽ ടു എൻഡ് ഡിസീസസ് ആൻഡ് ഇനീക്വാലിറ്റീസ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന മെയിനായിട്ട് കാര്യങ്ങൾ. അപ്പോൾ ഒരു സോഷ്യലിസം എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്. ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് നോ കോൺസെൻട്രേഷൻ ഓഫ് പവർ ആൻഡ് മണി. ഓക്കെ, നെക്സ്റ്റ് വരുന്ന നമ്മൾ തൊട്ട് മുമ്പ് പോകുന്ന സെക്കുലർ. ഇറ്റ് മീൻസ് നോ പർട്ടിക്കുലർ റിലീജിയൻ ഈസ് പ്രിഫേർഡ്. അതാണ് സെക്കുലർ. നമുക്കറിയാം അല്ലേ. നീ സെക്കുലർ ആണോ നമ്മൾ ചോദിക്കും, നിങ്ങൾ സെക്കുലർ ആണോ? എൻ്റെ ഒരു സെക്കുലർ ഇതാണുള്ളത്. ചിലവർ സെക്കുലർ ആയിരിക്കും, കാരണം അവർക്ക് പ്രത്യേകിച്ചായിട്ട് ഒരു മെയിനായിട്ട് അത് നോക്കുന്നത് എന്താണ്, റിലീജിയസ് വ്യൂ ആണല്ലേ. നമുക്കൊരു ബയസ്ഡ് റിലീജിയസ് വ്യൂ, നമ്മൾ എല്ലാവരും ഒരു റിലീജിയൻ ആയിരിക്കും. വി ലിവ് ഇൻ ഡിഫറെൻറ്റ് റിലീജിയൻ അല്ലേ. ബട്ട് വി വിൽ ബി മോസ്റ്റ്ലി വി വിൽ ബി സെക്കുലർ അല്ലെ. നമ്മൾ പൊതുവേ നമ്മളെ മലയാളീസ് ഒക്കെ ഒരു സെക്കുലർ ആണെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് അല്ലെ. അപ്പൊ എന്താണ് സെക്കുലർ എന്നത്? ടേം സെക്കുലർ വാസ് ആക്ച്വലി ഇറ്റ് ഈസ് ആഡഡ് ആസ് ദി നേരത്തെ പറഞ്ഞ 42nd അമെൻമെന്റിലാണ് ആഡ് ചെയ്തത്. there is a right to freedom of religion in our constitution. Our constitution represents the positive concept of secularism. That is, all religions in our country have the same status and support from the state. Okay. അപ്പോൾ നമ്മൾ ഏത് പെർസ്പെക്റ്റീവ് ഓഫ് ഏത് റിലീജിയനും ആവട്ടെ, നമുക്ക് അവിടെ ഒരു നമ്മളെല്ലാവരും എന്താണ് അതിനെ ബാക്കിയുള്ള റിലീജിയൻസിനെയും അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരെയും ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതാണ് ഒരു സെക്കുലർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പർട്ടിക്കുലർ റീജിയനെ നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല, എല്ലാം നമ്മൾ അക്സെപ്റ്റ് ആണ് എല്ലാ ആൾക്കാരും അല്ല സിറ്റിസൺസ്. സോ ദാറ്റ് ഈസ് കോൾഡ് സെക്കുലർ. ദെൻ വരുന്നൊരു ടേമാണ് ഡെമോക്രാറ്റിക്. എന്താ നമുക്കറിയാം ഡെമോക്രസി മീനിങ് അറിയാം. ഡെമോക്രാറ്റിക് ഇറ്റ് മീൻസ് റൂൾ ബൈ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ദാറ്റ് മീൻസ് ഇൻ ഡെമോക്രസി സുപ്രീം പവർ ഈസ് പൊസസ്ഡ് ബൈ ദ പീപ്പിൾ ഓഫ് ദ കൺട്രി. സോ ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി, സോ ദ സുപ്രീം പവർ ഈസ് പൊസസ്ഡ് ബൈ ദ പീപ്പിൾ ഇൻ ഇന്ത്യ അല്ല. അപ്പോൾ നമ്മൾ അവിടെ ഈ ഡെമോക്രസി എന്ന് പറയുമ്പോൾ തന്നെ ദർ ആർ 2 types ഓഫ് ഡെമോക്രസി. ദാറ്റ് ഈസ് ഡയറക്റ്റ് ഡെമോക്രസി ഉണ്ട്, അതുപോലെ ഇൻഡയറക്റ്റ് ഡെമോക്രസി ഉണ്ട്. ഓക്കെ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഉണ്ട് ഡെമോക്രസി. ഇൻ ഡയറക്റ്റ് ഡെമോക്രസി ദ പീപ്പിൾ എക്സസൈസസ് ദെയർ സുപ്രീം പവർ ഡയറക്ട്ലി ആസ് ഇൻ കേസ്. ഓക്കെ, ചില രാജ്യത്തേക്കുള്ള പോലെ ഡയറക്റ്റ് ഡെമോക്രസി ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ, റെഫറൻഡം ഇനീഷ്യേറ്റീവ് എന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇൻഡയറക്റ്റ് ഡെമോക്രസിയിൽ എന്താണ്, ദ റെപ്രസെൻറ്റേറ്റീവ്സ് ആർ എലക്റ്റഡ് ബൈ ദ പീപ്പിൾ. The elected representative exercise the power and they carry on the government and make laws. The indirect democracy is also known as representative democracy. അതിലും 2 ടൈപ്പ് ഉണ്ട്. നമ്മളൊക്കെ ആ ഒരു സിസ്റ്റമാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി ആണ്. അതിൽ 2 ടൈപ്പ് ഉണ്ട്. വൺ ഈസ് പാർലമെന്ററി ആൻഡ് പ്രസിഡൻഷ്യൽ. ഓക്കെ, ഇന്ത്യയിലെ ഏത് ടൈപ്പാണ്? പാർലമെന്ററി ഡെമോക്രസി ആണ് അല്ല, നമുക്ക് പ്രസിഡൻഷ്യൽ അല്ല. ഓക്കെ, സോ ഇൻ പാർലമെന്ററി ഡെമോക്രസി എന്താണ്, ദ എക്സിക്യൂട്ടീവ് ഈസ് റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേച്ചർ ഫോർ ഓൾ ഇറ്റ്സ് പോളിസീസ് ആൻഡ് ആക്ഷൻസ്. നമുക്കറിയാം പ്രസിഡൻഷ്യൽ ഡെമോക്രസിയിലെ രാജ്യങ്ങളുണ്ട്, USA പോലത്തെ. നമ്മളത് പാർലമെന്ററി ഡെമോക്രസിയാണ്. ചില രാജ്യങ്ങൾ ഡയറക്റ്റ് ഡെമോക്രസിയാണ്, അത് ഡയറക്റ്റ് പീപ്പിൾ തന്നെയാണ് അവിടെ ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഡെമോക്രാറ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളത് ഒരു പാർലമെന്ററി ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ കൺട്രി ആണ്. ഓക്കെ, ദെൻ അടുത്തത് റിപ്പബ്ലിക് ആണ്. ഇറ്റ് മീൻസ് നോ റൂം ഫോർ ഹെറിഡിറ്ററി റൂളർ ഓർ മൊണാർക്ക്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പബ്ലിക്കും നമുക്ക് 2 ടൈപ്പിൽ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് 2 ടൈപ്പിൽ പറയാം അല്ലേ. ബിക്കോസ് വി ഹാവ് എ സ്ട്രക്ചർ ഇൻ അവർ ഓർഗനൈസേഷൻ. അപ്പോൾ നമുക്കൊരു ഓർഗനൈസേഷൻ വേണം അല്ലേ, അല്ലെങ്കിൽ രാജ്യം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. സോ ഇൻ എ ഡെമോക്രസി ദർ വിൽ ബി ആൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ആൻഡ് ദാറ്റ് സ്ട്രക്ചർ വി ക്യാൻ ക്ലാസിഫൈ ഇൻ ടു 2 types അല്ലെങ്കിൽ 2 categories. വൺ ഈസ് മൊണാർക്കി ആൻഡ് അതർ വൺ ഈസ് റിപ്പബ്ലിക് അല്ലേ. നമുക്ക് പറയാം മൊണാർക്കി ഭരണവും അല്ലെങ്കിൽ റിപ്പബ്ലിക് ഭരണവും നമുക്ക് പറയാം. എന്താണ് മൊണാർക്കി എന്ന് വെച്ചാൽ, ഇന്ന മൊണാർക്കി ഇതാ സ്റ്റേറ്റ് ഹെഡ് യൂഷ്വലി സ്റ്റേറ്റ് ഹെഡ് വിൽ ബി എ കിങ് അല്ലെ, അതുപോലത്തെ ഒരാളായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്യൂൻ ആയിരിക്കും അല്ലെ. എൻജോയ്സ് ദ ഹെറാർക്കി പൊസിഷൻ. അപ്പോൾ ഹെറാർക്കി ആയിട്ട് വരുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു കിങ് ഉണ്ടെങ്കിൽ അയാളെ സക്സസറായി അടുത്ത ആളായിരിക്കും, അയാളെ മകനായിരിക്കും അല്ലെങ്കിൽ മരുമകനായിരിക്കും അടുത്ത കിങ് ആയിട്ട് വരിക.
അല്ലെങ്കിൽ ക്യൂൻ വാഴ്ചയുള്ള സ്ഥലങ്ങളാണെങ്കിൽ അടുത്ത രാജ്ഞിയായിരിക്കും വരിക. സോ അതിനെയാണ് നമ്മൾ മൊണാർക്കി ടൈപ്പ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഗ്രേറ്റ് ബ്രിട്ടന്റെ കേസ് ഒരു എക്സാമ്പിൾ ആണ്. ബ്രിട്ടനിൽ അവിടെ എന്താണ് ഇതുപോലത്തെ രാജവാഴ്ചയാണ്, പ്രൈം മിനിസ്റ്റർ ഇതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഈ ഒരു റിപ്പബ്ലിക്, ഇറ്റ് ഈസ് എ മൊണാർക്കി ടൈപ്പ് ഓഫ് റിപ്പബ്ലിക് അല്ലേ. So in monarchy type of republic, but in actual republic, the head of the state is always elected directly or indirectly for a fixed period. അല്ലെ, ഒരു ഫിക്സഡ് പീരീഡിലേക്ക് എലക്ട് ചെയ്യപ്പെടുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും ഇത് റൂൾ ചെയ്യുന്നെങ്കിൽ നമ്മളതിനെ റിപ്പബ്ലിക് എന്ന് പറയും. ഇല്ലാത്ത പക്ഷം നമ്മളതിനെ വി വിൽ കോൾ ഇറ്റ് ആസ് മൊണാർക്കി. അപ്പോൾ റിപ്പബ്ലിക്, USA ഒരു റിപ്പബ്ലിക് ആണ്. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മളത് ഒരു റിപ്പബ്ലിക് ആണ്. ബിക്കോസ് ഹിയർ ദർ ഈസ് നോ അങ്ങനത്തെ ഒരു ഇതേ ഇല്ല അല്ലെ. എന്താണ് ഹെറിഡിറ്ററി റൂളർ അല്ലെങ്കിൽ ഒരു മൊണാർക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇന്ത്യയിൽ ഇല്ല. ഐ മീൻസ് നമ്മളെ സ്വതന്ത്ര ഇന്ത്യയിൽ ഇല്ല. ഓക്കെ, അതുപോലെ വരുന്ന ഇനിയും ടേംസുകൾ വരുന്നുണ്ട്. ജസ്റ്റിസ് ഈസ് അനദർ ടേം. ഓക്കെ, എന്താണ് ജസ്റ്റിസ് പറഞ്ഞാൽ? ജസ്റ്റിസ് ഓൾറെഡി നമ്മൾ പ്രിയാമ്പിൾ കണ്ടു. ജസ്റ്റിസ് പറയുമ്പോൾ ദർ ആർ സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഉണ്ട് അല്ലേ. ദ ടേം ജസ്റ്റിസ് ഇൻ ദ പ്രിയാമ്പിൾ ഇംപ്ലൈസ് സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. അപ്പോൾ ഈ ജസ്റ്റിസ് ഒക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് ഒരുപാട് എന്താണ്, വി ഹാവ് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലേ. ആൻഡ് ഓൾസോ ദർ ആർ സർട്ടൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. എന്താണ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഡിനോട്ട്സ് ദ ഈക്വൽ ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ സിറ്റിസൺ വിത്തൗട്ട് എനി സോഷ്യൽ ഡിസ്റ്റിങ്ഷൻ ഓർ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, കളർ, റേസ് ഓർ റിലീജിയൻ ഓർ സെക്സ് ആൻഡ് സോ ഓൺ. ഓക്കെ, അതാണ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഈസ് പുട്ടിംഗ് ഫോർവേഡ് സോഷ്യൽ ജസ്റ്റിസ്. ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രിയാമ്പിളിലെ ജസ്റ്റിസ് എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ടൈപ്പ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് അതിൽ വരും. എക്കണോമിക് ജസ്റ്റിസ് എന്താണ്? എക്കണോമിക് ജസ്റ്റിസ് ഡിനോട്ട്സ് ദ നോൺ ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ പീപ്പിൾ ഓൺ ദ ബേസ് ഓഫ് എക്കണോമിക് ഫാക്ടേഴ്സ്. എക്കണോമിക് ഫാക്ടേഴ്സിന്റെ ബേസിലുള്ള ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കുക, ഇല്ലാത്ത രീതിയിൽ ചിന്തിക്കുന്ന കാര്യമാണ്. ദാറ്റ് ഈസ് നമ്മൾ വി ആർ നോട്ട് ഈക്വൽ ഇൻ വെൽത്ത്, ഇൻകം ആൻഡ് പ്രോപ്പർട്ടി അല്ലേ. ഡിഫറെൻറ്റ് പീപ്പിൾ വിൽ ഹാവ് ഡിഫറെൻറ്റ് വെൽത്ത് ഓർ ഇൻകം ആൻഡ് പ്രോപ്പർട്ടി. സോ അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഒരാളെ എലിമിനേറ്റ് ചെയ്യരുത് വെൽത്ത് ഇല്ല എന്നുള്ള പേരിൽ. വി കാൺ ഡിസ്ക്രിമിനേറ്റ് സമ്മൺ നോട്ട് ഹാവിങ് വെൽത്ത് ഓർ നോട്ട് ഹാവിങ് പ്രോപ്പർട്ടി ആൻഡ് ഓൾ. സോ അതിന് ഈക്വൽ ആയിട്ട് കാണുന്ന അതിനെയാണ് എക്കണോമിക് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ദാറ്റ് മീൻസ് പീപ്പിൾ ഷുഡ് ഹാവ് ഈക്വൽ പൊളിറ്റിക്കൽ റൈറ്റ്സ്. മീൻസ് എല്ലാവർക്കും എല്ലാവർക്കും ഈക്വൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് പറഞ്ഞാൽ എല്ലാവർക്കും ഓൾ വിൽ ബി ഹാവിങ് ദ സെയിം വോയിസ് ഇൻ ദ ഗവൺമെന്റ്. ഗവൺമെന്റിൽ എല്ലാവർക്കും ഉള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഈക്വൽ ആയിരിക്കും. ദർ ഈസ് നോ സച്ച് ഡിസ്ക്രിമിനേഷൻ ഇൻ ദാറ്റ് ഓൾസോ. ദാറ്റ് ഈസ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ഓക്കെ, അതുപോലെ തന്നെ പ്രിയാമ്പിൾ അനദർ ടേം ഈസ് ലിബർട്ടി. ലിബർട്ടി നമുക്കറിയാം ഫ്രീഡം ആണ് അല്ലേ. ഫ്രീഡം എന്നാണ് ലിബർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിബർട്ടി ഈസ് അനദർ ടേം. എന്താണ് ലിബർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? Means the it means the absence of resistance or the control on the activities of individual. ഒരാളെ നമ്മൾ കൺട്രോൾ ചെയ്യാതിരിക്കുക. ദർ ഇസ് നത്തിങ് കൺട്രോളിങ് യു. നമുക്ക് ഫ്രീഡം ഉണ്ടല്ലോ, ഒരുപാട് ഫ്രീഡംസ് ഉണ്ട് നമ്മുടെ രാജ്യത്ത്. ഇറ്റ് വിൽ നോട്ട് ബി സെയിം ഇൻ ഓൾ ദ കൺട്രീസ്. ഇഫ് യു ആർ ഗോയിങ് ടു എനി അതർ കൺട്രി വി ഹാവ് ടു live according to the കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദാറ്റ് കൺട്രി അല്ലേ. നമ്മളിവിടെ ചെയ്യുന്ന അതേപോലെ ഇവിടെ നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട് അല്ലേ. അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. പക്ഷെ എല്ലാ രാജ്യത്തും അങ്ങനെ എല്ലായിടത്തും ഉണ്ട് അത്. പക്ഷെ എല്ലാ രാജ്യത്തും അത് ഈക്വൽ ആണെന്നില്ല. ബിക്കോസ് ഇവിടെ നമുക്കുള്ള വി ഹാവ് ദ റൈറ്റ് ടു ട്രാവൽ അല്ലെ. നമുക്ക് എന്ന് പറയുമ്പോൾ അതിൽ ബോത്ത് മെൻ ആൻഡ് വിമൻ. ചില രാജ്യത്തിലൊന്നും പെണ്ണുങ്ങൾക്ക് അത് കുറവാണ്. ദർ ഈസ് ടൈം ലിമിറ്റ്സ്, അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ബട്ട് ഇന്ത്യയിൽ അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഇല്ല ആസ് പെർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അവർ കൺട്രി. സോ ദാറ്റ് ഈസ് എ ലിബർട്ടി. ദർ ഇസ് നോ സച്ച് കൺട്രോൾ ഓൺ ദ ആക്ടിവിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, അല്ലെങ്കിൽ ലിബർട്ടി കൊണ്ട് ഇങ്ങനെ നമുക്ക് പറയാം, ഇറ്റ് പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റീസ്. അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റീസിന്റെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം എന്ന രീതിയിൽ പറയാം. ഓൾസോ ദ പ്രിയാമ്പിൾ സെക്യൂർസ് ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് അല്ലെ. ഇതെല്ലാം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരുന്നതാണ്. വർഷിപ്പ്, റൈറ്റ് ടു വർഷിപ്പ് ടു ഓൾ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. These all are given through the fundamental rights which are enforceable in court of law in case of violation. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ വയലേറ്റ് ചെയ്യാൻ വേണ്ടി ആർക്കും പറ്റില്ല. സോ എനി സച്ച് വയലേഷൻ ഹാപ്പൻസ് മീൻസ് വി കൻ ഡയറക്ട്ലി അപ്രോച്ച് ദ കോർട്ട്. സോ ഇറ്റ് ഈസ് ദി റൈറ്റ് വിച്ച് ഈസ് പുട്ട് ഫോർവേഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അനുവദിച്ചിരുന്ന റൈറ്റ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കും പറ്റില്ല.
If anyone try to violate it, we can directly approach the court. അപ്പോൾ നമുക്ക് അതിൻ്റെ ജസ്റ്റിസ് കിട്ടുന്നതായിരിക്കും. And also this liberty is very essential for the successful functioning of Indian democratic system. Okay, so Indian നമുക്കറിയാം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണ് നമ്മളത്. അപ്പോൾ liberty is a important tool which is very essential for the successful functioning of our democratic system. പിന്നെ ഇതിൽ ഒരു നോട്ട് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലിബർട്ടി എന്ന് വെച്ചാൽ ഇറ്റ് ഡസ് നോട്ട് മീൻ ദി ലൈസൻസ് ടു ഡു വാട്ട് എവർ വി വാണ്ട്. ഓക്കെ, ലിബർട്ടി മീൻസ് വി ഹാവ് ദ ഫ്രീഡം ടു ഡു the things that we want to do. Okay, it doesn't mean that we have the license to do what one likes, whatever one likes. Okay, അപ്പോൾ അവിടെയും ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ഫുൾ ഔട്ട്ലോസ് കളിക്കാനുള്ള ഒരു സ്ഥലമല്ല. ഓക്കെ, അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കാം. ദെൻ another term is equality. Okay, equality means what? The term equality means the absence of special privileges to any section of the society and the provision of adequate opportunities for all individuals without any discrimination. Equality നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സെക്യുലർ അതിലൊക്കെ വരുന്ന സെയിം ഒരു മീനിങ് ആണ് ഇക്വാലിറ്റി. ഈക്വൽ ആയിട്ട് എല്ലാവർക്കും സമത്വമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, that means the preamble secures equality of status and opportunity to all Indian citizens. അല്ലെ, ഇക്വാലിറ്റി പറയുമ്പോൾ അതിലും പൊളിറ്റിക്കൽ ഇക്വാലിറ്റി വരും, എക്കണോമിക്കൽ ഇക്വാലിറ്റി വരും, അല്ലെങ്കിൽ സിവിക് ഇക്വാലിറ്റി വരും. ഓക്കെ, ഇതല്ലാണ് ഡിഫറെൻറ്റ് ഇമ്പോർട്ടൻറ്റ് ടേംസ് അതിലുള്ളത്. വേറൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് എന്താണ്? ഫ്രറ്റേണിറ്റി. ഫ്രറ്റേണിറ്റി എന്ന് വെച്ചാൽ എന്താണ് സഹോദര്യം എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ ഫ്രറ്റേണിറ്റി മീൻസ് ഇറ്റ് ഈസ് എ സെൻസ് ഓഫ് ബ്രദർഹുഡ് അല്ലേ, ഇത് സെൻസ് ഓഫ് ബ്രദർഹുഡ്. അപ്പോൾ നമുക്കറിയാം റിപ്പബ്ലിക് ദിനത്തിനൊക്കെ അതാണ്, ആ ഫ്രറ്റേണിറ്റിയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ല. റിപ്പബ്ലിക് ദിനത്തിന് അല്ലെങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യ ദിനത്തിനൊക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോട്ട് ബേസ്ഡ് ഓൺ എനി റിലീജിയൻ, നോട്ട് ബേസ്ഡ് ഓൺ എനി കാസ്റ്റ്. വി ആർ പ്യൂർലി റെപ്രസെൻറ്റിങ് അവർ ഫ്രറ്റേണിറ്റി ദർ. അല്ല, ആ ദിവസം നമുക്കറിയാം, നമ്മളെ പരസ്യം നോക്കിയാൽ അറിയാം, നമ്മളെങ്ങനെയാണ് പെരുമാറുന്നത് നോക്കിയാൽ അറിയാം. അത് ഉദ്ദേശിക്കുന്നത്, മുന്നോട്ട് വെക്കുന്ന മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ ഫ്രറ്റേണിറ്റി ഓൺലി. ഓക്കെ, the constitution promotes this feeling of fraternity by the system of single citizenship. So single citizenship ആണ് നമുക്കുള്ളത്. Okay, also according to the fundamental duties, it is the duty of every citizen of India to promote harmony and the spirit of common brotherhood among all the people of India. Okay, the preamble declares that fraternity has to assure the dignity of the individual and the unity and integrity of the nation. അപ്പോൾ അതാണ് ഫ്രറ്റേണിറ്റീനെ കുറിച്ചിട്ട് പറയാനുള്ളത്. Otherwise, we can also tell that it is the most important or it is the most precious part of our constitution. Okay, അല്ലെങ്കിൽ it is the soul of our constitution, അല്ലെങ്കിൽ it is the key of our constitution എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് പ്രിയാമ്പിളിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ് പ്രിയാമ്പിളിൻ്റെ രീതിയിൽ. പ്രിയാമ്പിൾ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ നോക്കിയാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് എല്ലാവർക്കും ഓഡിബിൾ അല്ലേ? ഹലോ, അതുപോലെ സ്ക്രീനും കാണുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ അടുത്ത വരുന്ന ഒരു ഭാഗമാണ് യൂണിയൻ ആൻഡ് ടെറിട്ടറി. അതിനു മുമ്പ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് പോയിട്ട് വരാം. യൂണിയൻ ടെറിട്ടറി ഞാൻ എന്തായാലും എടുക്കാം. അതിന് മുമ്പ് ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. ഈ ബുക്കുകൾ നിങ്ങളൊന്ന് ഗൂഗിളിൽ വെറുതെ ചെയ്ത് നോക്കുക, ഈ ബുക്കുകൾ കിട്ടും. DD ബാസു ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കിട്ടും. പക്ഷേ അത് നമ്മളെ KTU ബേസ്ഡ് ബുക്കല്ല. ഓക്കെ, അപ്പോൾ ആ ബുക്ക് കിട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നതായിരിക്കും. ബാക്കിയുള്ള നോട്ട്സൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ടെക്സ്റ്റ് ബുക്കുകളൊന്നും KTU ബേസ്ഡ് ബുക്കുകൾ കിട്ടിയില്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ബുക്സ് എല്ലാം കുറച്ച് ലാബറേറ്റ് ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയ ബുക്കൊക്കെ. നമുക്ക് സിലബസ് ബേസ്ഡ് ബുക്ക് മതി. ഓക്കെ, then the topic is so general topic and there are lots of videos in YouTube, there are lots of materials available. Okay, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ബ്രൗസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ്? ഗവൺമെൻറ് വെച്ചിട്ടാണല്ലേ, കൺട്രി ആസ് എ ഡെഫിനിറ്റ് ബൗണ്ടറി. അപ്പോൾ നമ്മളതെല്ലാം ഈ യൂണിയൻ ആൻഡ് ടെറിട്ടറിയിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ്. ഈ ബൗണ്ടറീസ് ഒക്കെ വരും. എങ്ങനെയാണ് ബൗണ്ടറി ഡിസൈഡ് ചെയ്യുന്നത്? അത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് പുട്ടിംഗ് ഫോർവേഡ് ദാറ്റ്, what are the different articles by which the union and territory are formed. So these all things will come there. Okay,
So, government formation, how is the government formed? What are the functions and what are the powers of the government? What are the different organs in the government? The answer to all these questions is given by the constitution. Constitution, the word meaning നമ്മൾ നോക്കി frame or to establish ആണ്. So actually what is constitution? It is the supreme law of our country, or it is a document which consists of a number of articles about the state, specifying how the state is to be constituted and what norms it should follow. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിയേണ്ട ചില കാര്യങ്ങളാണ് ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ എന്താണ്? അനുച്ഛേദം എന്നാണ് ആർട്ടിക്കിൾ കൊണ്ട് മലയാളം വേർഡ് അതാണ്, അനുച്ഛേദം. നമ്മളൊക്കെ ആർട്ടിക്കിൾ എന്നാണ് കൂടുതൽ കേട്ടല്ലേ. അമെൻമെന്റ് നമുക്കറിയാം, നമ്മൾ തുടർച്ചയായിട്ട് കേൾക്കുന്ന കാര്യമാണ്. അമെൻമെന്റ് എന്ന് വെച്ചാൽ ഭേദഗതി. ഈ ടേംസ് ഒക്കെ ഓർമ്മ വേണം. ഭേദഗതികളെയാണ് നമ്മൾ അമെൻമെന്റ്സ് പറഞ്ഞത്. ഒരുപാട് അമെൻമെന്റ്സ് വരുന്നുണ്ട് അല്ലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഒരുപാട് കാര്യത്തിൽ അമെൻമെന്റുകൾ ചെയ്യുന്നുണ്ട് അല്ലെ. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ആർട്ടിക്കിൾ, അമെൻമെന്റ്, പാർട്ട്, ഷെഡ്യൂൾ എന്നൊക്കെ കേട്ടു. പാർട്ട് എന്ന് പറഞ്ഞാൽ ഭാഗം എന്നുള്ളതാണ്. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഷെഡ്യൂൾസ് ഉണ്ടാവും, ഡിഫറെന്റ് പട്ടികകളാണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലെ കാര്യങ്ങൾ ഓർമ്മ വരിക. അതുപോലെ തന്നെ നമ്മൾ ലോക്സഭ എന്ന് നമ്മൾ പറയുന്നതിന് ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷൻ വേർഡിങ്സിൽ അത് ഹൗസ് ഓഫ് പീപ്പിൾ എന്നാണ് പറയുന്നത്. ഹൗസ് ഓഫ് പീപ്പിൾ മീൻസ് അത് ലോക്സഭയാണ്. ഓക്കെ. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് വെച്ചാൽ PIL എന്ന് വെച്ചാൽ പൊതു താല്പര്യ ഹർജിനെയാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ രാജ്യസഭേനെ എന്ത് പറയും? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയാറ്. ഓക്കെ. സോ കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ദ സ്ട്രക്ചർ, പ്രൊസീജിയർ ആൻഡ് പവർ ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് സ്പെൽസ് ഔട്ട് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺ. ഓക്കെ. അപ്പോൾ 26 November 1949 ആണ് ഇറ്റ് കെയിം ഇൻ ടു എഫക്ട്. It is passed by the Constitutional Assembly, but it came to effect on 26th January 1950. Okay. So Constitution of India declares the Union of India to be a sovereign democratic republic, assuring its citizen of justice. So why we are calling India as a Union of India? അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ഫെഡറൽ സിസ്റ്റം തന്നെയാണ് അല്ലേ. നമ്മൾ ഒരു ഫെഡറൽ സിസ്റ്റം, ഓരോ സ്റ്റേറ്റിന് അതിൻ്റെതായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാം, ബട്ട് എപ്പോഴും അത് സെൻട്രലിന്റെ കൺട്രോളായിരിക്കും. അപ്പോൾ ഒരു 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 ഫെഡറൽ സംവിധാനം തന്നെയാണ്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് 100% ഫെഡറൽ സിസ്റ്റം ഫോളോഡ് ചെയ്യാർ. വി ആർ ഹാവിങ് എ ക്വാസി ഫെഡറൽ സിസ്റ്റം. ഓക്കെ. അതെന്താണെന്നുള്ള യൂണിയൻ ആൻഡ് ടെറിട്ടറി വരുമ്പോൾ നമുക്ക് നോക്കാം. കാരണം ചിലപ്പം അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ ഇറ്റ് ഈസ് എ ഫെഡറൽ സംവിധാനമാണ്, ഫെഡറലാണ്. ബിക്കോസ് ദി സ്റ്റേറ്റ് ഹാസ് ഈക്വൽ പവർ ആസ് ദാറ്റ് ഓഫ് ദി സെൻട്രൽ. സെൻട്രലിൽ ഈക്വൽ പവറിന് സ്റ്റേറ്റിനുണ്ട്. പക്ഷെ നമ്മളത് അങ്ങനെയല്ല. നമ്മളെന്ന് വെച്ചാൽ എന്താണ്? യൂണിയൻ ഓഫ് ഇന്ത്യ ആണ്. ജസ്റ്റ് ഫോർ ദ കൺവീനിയൻസ് ഓഫ് റൂളിങ്, അഡ്മിനിസ്ട്രേറ്റീവ്, ഈ വർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ സ്റ്റേറ്റ് ആയിട്ട് വിഭജിക്കുന്നത്, സ്റ്റേറ്റിന് പവർ കൊടുക്കുന്നത്. സോ സ്റ്റേറ്റ് ഹാവ് നോ ഇൻഡിവിജ്വൽ പവർ to separate from the union. But in the case of in a federal system like in USA, the state has the power to separate from the union. സ്റ്റേറ്റിന് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് പോവാം, വിട്ടുപോവാം ആ യൂണിയൻ. സോ ദാറ്റ് ഈസ് എ ഫെഡറൽ 100% ഫെഡറൽ സിസ്റ്റം ദർ. ബട്ട് ഇനി യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന ടേം തന്നെയാണ് നമ്മൾ കോൾ ചെയ്യുന്നത് ഇന്ത്യയാണ്, അല്ലാണ്ട് ഒരു ഫെഡറൽ സിസ്റ്റം ഓഫ് സ്റ്റേറ്റ്സ് അല്ല, അല്ലെങ്കിൽ ഒരു ഫെഡറൽ രാജ്യം എന്നുള്ള ഒരു യൂണിയൻ ഓഫ് ഇന്ത്യ ആണ്. നമ്മൾ ഒറ്റ രാജ്യം എന്നുള്ള ഒരു ഫീല് തരാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ കൊടുത്തത്. ഓക്കെ. ഇറ്റ് ഈസ് ലോങ്സ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ഓക്കെ. ഇറ്റ് കണ്ടെയ്ൻഡ് 395 ആർട്ടിക്കിൾസ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്യൂറിങ് ഇറ്റ്സ് ടൈം ഓഫ് കമൻസ്മെന്റ് അതിലുള്ള ആർട്ടിക്കിൾസ് 395 ആണ്. നേരത്തെ പറഞ്ഞ പോലെ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഭാഗം. 22 പാർട്ട് ആൻഡ് 8 ഷെഡ്യൂൾസ്. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ പട്ടിക, 8 ഷെഡ്യൂൾസ്. ആൻഡ് ഓൾസോ ദർ ആർ 3 പില്ലേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തൊക്കെയാണ് പറഞ്ഞത്? ലെജിസ്ലേച്ചർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്. ഓക്കെ. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. എന്താണ് ജുഡീഷ്യറി മീൻസ്? എന്താണ്? നീതിന്യായത്തിനെയാണ് നമ്മൾ ജുഡീഷ്യറി എന്ന് പറയുന്നത് അല്ലെ. എക്സിക്യൂട്ടീവ് പറഞ്ഞാലോ അത് നടത്തിപ്പ് അല്ലെ, അതിന്റെ എക്സിക്യൂഷൻ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. എക്സിക്യൂഷൻ ആരാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യല്? എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യം നടത്തുക എന്നാണ് അല്ലെ. ഒരു കാര്യം നടത്തുന്നതിനാണ് എക്സിക്യൂഷൻ, അതായത് കാര്യ നിർവഹണം എന്നാണ് അതിന്റെ മീനിങ് വരുന്നത് അല്ലെ. എക്സിക്യൂട്ട് ദി പോളിസീസ് ഓഫ് ദി ഗവൺമെന്റ്. ഓക്കെ. ജുഡീഷ്യറി, നീതിന്യായം പറഞ്ഞു. ദെൻ കം ജുഡീഷ്യറി ഇസ് ദ നീതിന്യായത്തിനാണ് നമ്മൾ ജുഡീഷ്യറി പറയുന്നത്. ലെജിസ്ലേച്ചർ എന്ന് വെച്ചാൽ എന്താണ്? വി നീഡ്സ് സർട്ടൻ ലോസ് അല്ലെ. നമുക്ക് വെറുതെ കുറെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി പറ്റില്ല, നമുക്ക് ചില നിയമം അനുസരിച്ച് മാത്രം. അപ്പോൾ അതിനെയാണ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. അതിന് നമുക്ക് നിയമനിർമ്മാണം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പല MCQനൊക്കെ നിങ്ങൾ എക്സാമുകളൊക്കെ എന്തായാലും ഇതിനെ എഴുതും. അപ്പോൾ ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. വാട്ട് ആർ ദ 3 പില്ലേഴ്സ്, അല്ലെങ്കിൽ 3 പില്ലേഴ്സ് ഈ ഓപ്ഷനിൽ അല്ലാത്തത് ഏതാണ് എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. 3 pillars of constitution are legislature, executive and judiciary.
അതിനുശേഷം നമ്മൾ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് നോക്കിയത്. അപ്പോൾ ഇനീഷ്യലി നമുക്കറിയാം എന്താണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് എന്തായി ആക്ട് ഓഫ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ബിഫോർ 1935 തൊട്ടിട്ട് നമ്മൾ ഹിസ്റ്ററി 1 by 1 ആയിട്ട് നോക്കിയതാണ്. അതിൽ ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ ഡ്രാഫ്റ്റിക്കാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതിൽ കുറച്ച് ആക്ടുകൾ വരുന്നുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ ഇത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരുപാട് കീ ഫീച്ചേഴ്സ് അല്ലേ. ലോട്ട് ഓഫ് കീ ഫീച്ചേഴ്സ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ഡയറക്ട്ലി ടേക്കൺ ഫ്രം ദിസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ആ ഒരു പോയിന്റ് ഓർത്ത് നോക്കുക. അതിനുശേഷം എന്താണ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ വന്നു അല്ലേ. ആരുടെ ഇതിലാണ് 1946 ഹൂ ടേക്ക് ദി ഇനിഷ്യേറ്റീവ് ഇസ് ടേക്കൺ ബൈ ദ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ, ദെൻ പ്രൈം മിനിസ്റ്റർ ക്ലെമന്റ് അറ്റ്ലി. ഓക്കെ, ക്ലെമന്റ് അറ്റ്ലിൻ്റെ നേതൃത്വത്തിലാണ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ക്യാബിനറ്റ് മിഷൻ വാസ് ഫോർമുലേറ്റഡ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഒരു ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഉണ്ടാക്കുന്നത്. എന്താണ് ഈ പ്ലാൻ? എന്താണ് ഈ ഫൈനലൈസ് ഒരു പ്ലാൻ ഉണ്ടാക്കി? എന്താണ് ഈ പ്ലാൻ ഉദ്ദേശിക്കുന്നത്? എയിംസ് ഓർ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഡിസ്കഷൻ ഇൻ ദ പ്ലാൻ ഈസ് ടു ട്രാൻസ്ഫർ ദ പവർ ടു ബ്രിട്ടീഷ് ഗവൺമെൻറ് ടു ഇന്ത്യൻ ലീഡർഷിപ്പ്. കംപ്ലീറ്റ് പവറും കംപ്ലീറ്റ് പവറും ബ്രിട്ടീഷ് ലീഡർഷിപ്പ് എന്ന് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിരുന്നു. അതായിരുന്നു അതിൻ്റെ പ്ലാൻ. ഓക്കെ, ഓൾസോ എന്താണ് ക്യാബിനറ്റ് മിഷൻ്റെ വേറെ എന്താണ് അതൊരു ഒരു കമ്മിറ്റി രൂപീകരിച്ചു അല്ലേ. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ആണ് അതിൽ ഇമ്പോർട്ടൻ്റ് വരുന്നത്. ഒരു കമ്മിറ്റി രൂപീകരിച്ചു. എന്താണ്? ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അതിൻ്റെ ചെയർമാൻ ആയിരുന്നു ബി ആർ അംബേദ്കർ അല്ലേ. അപ്പോൾ എന്താണ് അതിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അല്ലേ, കുറേ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, ഒരു ചെയർമാൻ ഉണ്ടായിരുന്നു. ഒരുപാട് പ്രാവശ്യം എന്താണ് ദിസ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഭാഗമായിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സെവറൽ മീറ്റിംഗ്സ് വെർ കണ്ടക്റ്റഡ്. ഓക്കെ, അങ്ങനെ ഫൈനലി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 വന്നു. 18th July 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വന്നു. എന്താണ് ആ ആക്ട് പ്രകാരമാണ് ഇന്ത്യനെ രണ്ടായി വിഭജിക്കുന്നത് അല്ലേ. സോ ബ്രിട്ടീഷ് ഇന്ത്യ, ദറ്റ് ടൈം ഇറ്റ് വാസ് ബ്രിട്ടീഷ് ഇന്ത്യ. ഇറ്റ് വാസ് ഡിവൈഡഡ് ഇൻ ടു 2 countries, namely ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. നമുക്കറിയാവുന്നതാണ്. ബേസ്ഡ് ഓൺ ദാറ്റ് ടൈം ഇറ്റ് സെൽഫ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടല്ലേ. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ആണ് ഇന്ത്യയിലേക്ക് പവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദിസ് Constitution Assembly was framed, and based on that a committee was framed. Constitution drafting committee was framed. But what happened according to Indian Independence Act of 1947, India, because complete തർക്കത്തിലാണ് അല്ലേ, രാജ്യവിഭജനത്തിന് വേണ്ടി തർക്കമായിരുന്നു. ബേസ്ഡ് ഓൺ ദാറ്റ് Independence Act 1947 British India was divided into 2 countries, namely ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ. സോ എന്ത് സംഭവിച്ചു? ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് ഓൾസോ ഡിവൈഡഡ് ഇൻ ടു 2 ഫോർ സെപ്പറേറ്റ് കൺട്രീസ്. രണ്ട് രാജ്യത്തിന് വേണ്ടി 2 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാക്കി. ഓക്കെ, സോ അങ്ങനെ. പക്ഷേ ഈ ആക്ടിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ആക്ട് ആഫ്റ്റർ ദിസ് ആക്ട് ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ദ കംപ്ലീറ്റ് റൈറ്റ്സ് ടുവേർഡ്സ് ഇന്ത്യ ഓർ പാകിസ്ഥാൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവസാനിച്ചു അതിനോടെ. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ് റിലീവ്ഡ് ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഓഫ് എനി ഫർദർ റൈറ്റ്സ് ടുവേർഡ്സ് ഇന്ത്യ ഓർ പാകിസ്ഥാൻ, ആൻഡ് ഇറ്റ് ഗ്രാൻഡഡ് സോവറിനിറ്റി ഓവർ ദ ലാൻഡ്സ് ഓഫ് ദ റെസ്പെക്റ്റീവ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീസ്. അപ്പോൾ എല്ലാ പരമാധികാരവും ആർക്ക് കൊടുത്തു? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീസ്. റെസ്പെക്റ്റീവ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീസ് പറഞ്ഞാൽ അതാത് രാജ്യത്ത് 2 രാജ്യമായല്ലോ, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീസിനാണ് അതിൻ്റെ പരമാധികാരം കൊടുത്തത്. അങ്ങനെ ഇന്ത്യൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ റിലീസ് അല്ലെങ്കിൽ അത് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 26th January 1950, ആൻഡ് ദെൻ ഓൺവേഴ്സ് ഇന്ത്യ ബിക്കം എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആൾക്കാർ ആരൊക്കെയായിരുന്നു? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉണ്ട്, രാജഗോപാലാചാരി, രാജേന്ദ്ര പ്രസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്. അങ്ങനെ കുറേ പേരായിരുന്നു ഈ ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിൻ്റെ പ്രസിഡന്റ് വാസ് ദ പ്രസിഡന്റ്. രാജേന്ദ്ര പ്രസാദ് വാസ് ദ പ്രസിഡന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെക്കുക. Dr. B.R. Ambedkar was the chairman, and 6 other members were also there in the Constitution Drafting Committee. Okay. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ വരുന്നത്. അതിനുശേഷം സാലന്റ് ഫീച്ചേഴ്സ് കണ്ടു. സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇഫ് യു ആർ ബ്രൗസിങ് ഇൻ ഗൂഗിൾ, നിങ്ങൾ ഗൂഗിൾ വെറുതെ ബ്രൗസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഇതേ വേർഡിങ്സ് തന്നെ കിട്ടണമെന്നില്ല. സാലന്റ് ഫീച്ചേഴ്സ് ഡിഫറെൻറ്റ് ടെക്സ്റ്റ് ബുക്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും.
അതും ഇതിൻ്റെ ഓർഡർ വ്യത്യാസം ഉണ്ടാവും. കൃത്യമായി ഇത്ര നമ്പർ എന്നില്ല. ദർ ആർ മെനി ഫീച്ചേഴ്സ് ഫോർ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, റിട്ടേൺ ദ ലെങ്തിയസ്റ്റ്, അതുപോലെ തന്നെ പ്രിയാമ്പിളിൻ്റെ കാര്യം പറഞ്ഞു. ദെൻ റിപ്പബ്ലിക് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഇസ് നോട്ട് മൊണാർക്കി, ഇറ്റ് ഇസ് എ റിപ്പബ്ലിക്. ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, എലക്ഷൻ ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ദെൻ അത് അനുവദിച്ചിരുന്ന എന്തൊക്കെയാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഓക്കെ, നമ്മൾ ഡ്യൂട്ടീസ് ചെയ്യാൻ നമ്മൾ നമ്മളെ ബാധ്യസ്ഥരാണല്ലേ. അതുപോലെ റൈറ്റ്സ് നമുക്ക് അനുവദിച്ചിരുന്നുണ്ട്. ദെൻ സെക്യുലറിസം, ഇറസ്പെക്റ്റീവ് ഓഫ് ദ സ്റ്റേറ്റ് റിലീജിയൻ, വി ആർ ഓൾ കൺസിഡേർഡ് ആസ് ഈക്വൽ അല്ലെ, ഇക്വാലിറ്റി ആൻഡ് വാട്ട് സെക്യുലർ ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ജുഡീഷ്യറി സിസ്റ്റമാണ് നമുക്കുള്ളത് അല്ലേ. ഇറ്റ് ഈസ് ദർ ഇസ് നോ പാർഷ്യാലിറ്റി ടുവേർഡ്സ് എനി വൺ, ഓൺലി ബേസ്ഡ് ഓൺ ദി ലോ ആൻഡ് ദി നീതി ന്യായം അനുസരിച്ച് മാത്രമേ ജുഡീഷ്യറി സിസ്റ്റം ഫങ്ഷൻ ചെയ്യൂ. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി, 18+ ഏജസ് എല്ലാവർക്കും വോട്ട് അവകാശം അല്ലെ. ഈക്വൽ റൈറ്റ്സ് ടു വുമൺ, വി ആർ ഗിവിംഗ് ഈക്വൽ റൈറ്റ്സ് ടു വുമൺ. നമുക്കറിയാം ഒരുപാട് രാജ്യങ്ങളിൽ വുമൻസിന് സെപ്പറേറ്റ് ആയിട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ദർ ഇസ് നോ സച്ച് റെസ്ട്രിക്ഷൻസ് ഹിയർ. വാട്ട് ഓൾ റൈറ്റ്സ് ആർ ദർ ഫോർ men, the same can be used for women also in our country. Eradication of untouchability. But that means it has prohibited the practice of untouchability in the country. The practice is deemed a crime and offenders can be punished. Okay. Welfare state, based on വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫോർ പുവർ ആൻഡ് ഓൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളും കാര്യങ്ങളും വീക്കർ സെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരുപാട് സാമൂഹികപരമായ ഇടപെടലുകൾ, ദാറ്റ് ഓൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഫെഡറൽ ഇൻ ഫോം ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. അതാ ഞാൻ പറഞ്ഞ പോലെ, അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഫെഡറൽ സിസ്റ്റം ആണോ ചോദിച്ചാൽ വി ഹാവ് എ ഫെഡറൽ സിസ്റ്റം, ബട്ട് ഇറ്റ് ഇസ് നോട്ട് 100% എ ഫെഡറൽ കൺട്രി. വി ആർ എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. ബിക്കോസ് വി ആർ ഹാവിങ് എ യൂണിറ്ററി ഇൻ സ്പിരിറ്റ്, വി ആർ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നെല്ലാം പറയുന്ന പോലെ ദർ ഇസ് നോ സുപ്രീം പവർ ഫോർ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്സ് ഹിയർ. ഓക്കെ, ലൈക്ക് ഇൻ US ആൻഡ് ഓൾ ദേ ഹാവ് എ സുപ്രീം പവർ ഫോർ ദി ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്സ്. അപ്പം അങ്ങനത്തെ ഒരു ഇതില്ല. കൺട്രിയാണ് പ്രൈം അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നെയ്തർ ടു റിജിഡ് നോർ ടു ഹാർഡ്. ദറ്റ് ഈസ് അനദർ പോയിന്റ്. ഓർ it is neither too rigid nor flexible. Sorry. Okay, the President of Union is the constitutional head. The Council of Ministers or the Union Cabinet is the real executive and is responsible to the Lok Sabha. Lok Sabha means House of the People. Okay. പ്രിയാമ്പിൾ തൊട്ടിട്ടാണ് നമ്മൾ ഇന്ന് വന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങളെ അറ്റൻഡൻസ് ഒന്ന് പറയണം, അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും.